ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം, ഈ സിറാജ് എന്ന് പറയുന്ന വ്യക്തി സ്വന്തം ഭാര്യ ചോരയിൽ കുളിച്ചു നിൽക്കുമ്പോൾ അമിതമായി ബ്ലീഡിങ് വന്ന് ആ സഹോദരി അവിടെ അതിദാരുണമായി മരണത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഭർത്താവിന് നോക്കി നിൽക്കാൻ കഴിയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു മനുഷ്യ മനസ്സുള്ള ഒരാൾക്കത് നോക്കി നിൽക്കാൻ കഴിയുമെന്നും ഇല്ല. പിന്നെ എന്തുകൊണ്ടാണത് സംഭവിച്ചത്? അത് സംഭവിക്കാൻ കാരണമുണ്ട്. എന്താണത്? ഇദ്ദേഹം തന്നെ പറയട്ടെ. ആര്? ഈ സിറാജ് മൗലവിയെ കുറിച്ച് നൗഷാദ് മൗലവി പറയുന്നുണ്ട്. ഈ സിറാജ് മൗലവി എന്ന് പറയുന്ന വ്യക്തി ഈ കുരുവട്ടൂരിയൻ ആലയത്തിലേക്ക് പോയ ശേഷം ഇദ്ദേഹത്തിന്റെ മുഴുവൻ സംരക്ഷണവും ഏറ്റെടുത്തത് ആരാണ്? കുരുവട്ടൂരിയൻ വ്യാജസിദ്ധനായ കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവിയാണ്. ആ അബ്ദുള്ള മൗലവിയുടെ സംരക്ഷണത്തിലാണ് പോൽ ആരുള്ളത്? ഈ സിറാജ് മൗലവിയും അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലൊക്കെയുള്ളത്. അദ്ദേഹം പറയട്ടെ. എന്റെ കൽപ്പനയിൽ, എന്റെ ചിറകിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്നറിയിച്ച പോലെ ചരിത്രം ആവർത്തിക്കുകയാണ്. നമ്മുടെ കാഫില മടവൂർ ശൈഖുനയുടെ സംഭവങ്ങൾ അവിടെയും ഇവിടെയും ചെന്ന് അന്വേഷിച്ച് രേഖപ്പെടുത്തി അത് ഇന്നത്തെ ആധുനിക സോഷ്യൽ മീഡിയയിലൂടെ വ്യാപിപ്പിച്ചപ്പോ എല്ലാവരും ചേർന്ന് അവരെ ഒതുക്കാൻ തീരുമാനിച്ചപ്പോ അന്ന് ഓസുൽ ആലം തങ്ങളെ പേരക്കുട്ടി നൂറുദ്ദീൻ ശതുനൂഫി തങ്ങളുടെ കൈപിടിച്ചതുപോലെ ഇന്ന് കാഫില ടീമിനെയും കാലഘട്ടത്തിന്റെ മശായിഖന്മാർ അവരുടെ കരങ്ങൾ കൊടുത്തവരെ സംരക്ഷിക്കുമ്പോ ഒരു ശക്തിക്കും ഇനി അവരെ തൊടാൻ കഴിയില്ല. അതിശക്തമായ സംരക്ഷണമാണ് മശായിഖന്മാര് നൽകുക. കണ്ടില്ലേ? അപ്പോ അതിശക്തമായ സംരക്ഷണമാണ് പോൽ കൊടുത്തിട്ടുള്ളത്. എന്തിനാ സംരക്ഷണം കൊടുത്തത്? ഇവിടെ മഹാന്മാരുടെ പേരിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള അടിസ്ഥാന മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ കളവുകളും അർദ്ധസത്യങ്ങളും ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇവിടെ പല സംഭവങ്ങളും കറാമത്തുകൾ എന്ന പേരിൽ അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ കൃത്യമായിട്ട് അതിനെ എതിർത്തിട്ട് ആ മൗലവിമാർക്ക് നമ്മുടെ പണ്ഡിതന്മാരുടെ പിന്തുണ കിട്ടുന്നില്ല, മുസ്ലിമീങ്ങളുടെ പിന്തുണ കിട്ടുന്നില്ല, ഔലിയാക്കളുടെ മുഹിബ്ബീങ്ങളായ മഹാന്മാരുടെ പിന്തുണ കിട്ടുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള നേതൃത്വം നൽകുന്ന കുരുവട്ടൂരികളാണ് ഈ മൗലവിക്ക് സംരക്ഷണം കൊടുത്തത്. അപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പൊ സംരക്ഷണം എവിടെ നിന്നാണ്? ഈ കുരുവട്ടൂരിയൻ പാളയത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് സംരക്ഷണം കിട്ടുന്നത്. ആ സംരക്ഷണം കിട്ടിയത് ഇതേ ലത്തീഫി തന്നെ പറയട്ടെ. മടവൂർ കാഫില എന്ന് പറഞ്ഞ പരിപാടി ഇനി ഒരാൾക്കും അതിന്റെ രോമത്തിൽ തൊടാൻ പറ്റൂല കേട്ടോ. കാരണം കാലഘട്ടത്തിന്റെ മശായിഖന്മാരാണ് അത് കൈപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഊർജ്ജത്തോടെ ആർജവത്തോടെ ഞങ്ങൾക്ക് പറയാം, കാഫില ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും, എല്ലാ കാലത്തും നിലനിൽക്കും. അപ്പൊ എല്ലാ കാലത്തും ഇവിടെ നിലനിൽക്കും. എന്താ കാരണം? കാഫിലയെ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് ആരാണ്? കുരുവട്ടൂരിയൻ വ്യാജസിദ്ധനായ കോമാട്ടുചാലിൽ അബ്ദുള്ളയാണ്. കുരുവട്ടൂരികളാണ് ഇവൻ ആവശ്യമായത് കൊടുക്കുന്നത്. അപ്പൊ ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള പറയാതെ ഇവൻ ഒരു കാര്യവും ചെയ്യൂല. അവന്റെ കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന വ്യാജസിദ്ധന്റെ പൂർണ്ണമായ സംരക്ഷണ വലയത്തിലാണ് ഇദ്ദേഹമുള്ളത്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്താലും ഒരു നിയമ സംവിധാനത്തിനും ഇവനെ തൊടാൻ കഴിയില്ല എന്ന് ഈ മൗലവി ഉറച്ചു വിശ്വസിച്ചിരിക്കുകയാണ്. സ്വന്തം ഭാര്യയെ ഈ തരത്തിൽ അത്യാവശ്യഘട്ടത്തിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ മരണത്തിന് വിട്ടുകൊടുത്താൽ പോലും ആർക്കും തൊടാൻ കഴിയില്ല. കാരണം കോമാട്ടുചാലിൽ അബ്ദുള്ള കൊടുത്തിട്ടുള്ള സംരക്ഷണമാണ്. ഇവൻ തന്നെയല്ലേ വിളിച്ചു പറഞ്ഞത്? ഇങ്ങനെ ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാര്, ഈ കള്ളത്തൊരീഖത്തുകാര്, അവര് പറഞ്ഞു കൊടുത്തിട്ടുള്ള കളവുകൾ അത് ഇസ്ലാമിന്റെ പേരിൽ മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കള്ളങ്ങൾ, ഇവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വ്യാജങ്ങൾ, ആ വ്യാജങ്ങൾ അപ്പാടെ വിശ്വസിച്ചുകൊണ്ട് കള്ളത്തൊരീഖത്തിലേക്ക് ചേർന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരക്കാരായ വ്യാജസിദ്ധന്മാര് പറയാതെ ഒരു സംഗതിയും ചെയ്യാൻ പാടില്ല.
അവരുടെ പൂർണ്ണമായ സംരക്ഷണത്തിലാണുള്ളത് എന്ന് പരസ്യമായി പ്രസംഗിച്ചവനാണ് ഈ ലത്തീഫ് എന്ന് പറയുന്ന സിറാജുദ്ദീൻ എന്ന് പറയുന്ന മൗലവി. ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന മൗലവി ഇപ്പൊ പ്രസംഗിച്ച് നമ്മൾ കേട്ടില്ലേ? ഇവനിക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുത്തു. ആ പൂർണ്ണമായ സംരക്ഷണം കൊടുത്തു എന്ന് പറയുന്ന വ്യാജസിദ്ധൻ കോമാട്ടുചാലിൽ അബ്ദുള്ള. ആ അബ്ദുള്ളയെ കുറിച്ച് നൗഷാദ് തന്നെ പറയട്ടെ, എന്താണ് അബ്ദുള്ളയുടെ കാര്യങ്ങൾ. ആ കോമാട്ടുചാലിൽ അബ്ദുള്ള, അവന്റെ അരികിൽ ഒരു പെണ്ണ് വന്നിരുന്നാൽ അതൊരു പൂച്ചക്കുട്ടിയെ പോലെയാണ്. പൂച്ചക്കുട്ടിയെ എന്തും തടാനും തലോടാനുമൊക്കെ പൂച്ചയുടെ സമ്മതമില്ലാതെ തന്നെ കഴിയും എന്നതുപോലെ ഒരു പെൺകുട്ടി വന്ന് ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ സദസ്സിലോ അവന്റെ പരിസരത്തോ വന്നാൽ അവൻ പൂച്ചക്കുട്ടിയെ തലോടുന്ന ലാഘവത്തോടെ, പൂച്ചക്കുട്ടിയോട് പെരുമാറുന്ന ലാഘവത്തോടെ പെൺകുട്ടികളോട് പെരുമാറും. അത് കണ്ടാലും തെറ്റിദ്ധരിക്കരുത്, അത് ഷെയ്ഖിന്റെ അവകാശമാണ് പോലും. ആ ഷെയ്ഖിന്റെ കഴിവുകളോ, ഷെയ്ഖിന്റെ കഴിവുകൾ ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും ഒക്കെ ഈ പറയുന്ന ഷെയ്ഖിന് കഴിയും, ഈ വ്യാജന്മാർക്ക് കഴിയും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. ഞാൻ വെറുതെ പറയില്ല, നൗഷാദ് പറയട്ടെ. ഇതുകൂടി മനസ്സിലാക്കാതെ ഹദറത്തിലെത്തിയാൽ പിന്നെ എങ്ങനെയാവും? ഇവർക്ക് അതാണ് മഹാനായ മടവൂർ ശൈഖുനയുടെ മൗലിദിൽ നമ്മൾ പറയാറില്ലേ, ലാ ഫർഖ ഇൻദ ഹദറത്തിഹി ബൈന റിജാലി വൻ നിസാ. അവിടെ എത്തിയാൽ പിന്നെ ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും വരാം. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം, അവർക്ക് ഇഷ്ടമുള്ളവരെ ഖിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും? അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും? ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ. എന്തിന്? ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ. നമ്മുടെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ്. കണ്ടില്ലേ? ഇതാണ് ഇവര് ആ കള്ളത്വരീഖത്തിൽ പെട്ടുപോകുന്ന സാധാരണക്കാരെ പറഞ്ഞു പറ്റിക്കുന്നത്. എന്താണത്? നീയും നിന്റെ ഭാര്യയും ഒക്കെ ഷെയ്ഖിന്റെ മുമ്പിലെത്തിയാൽ അവർക്ക് സമമാണ്. നിന്നെ പിടിക്കുന്നത് പോലെ ഭാര്യയെ പിടിക്കാം, നീയുമായി തനിച്ചിരിക്കുന്നത് പോലെ ഭാര്യയുമായി തനിച്ചിരിക്കാം. അദ്ദേഹത്തിന് എന്താണോ അവളിൽ തോന്നുന്നത് അതൊക്കെ ചെയ്യട്ടെ, അതൊക്കെ ഷെയ്ഖിന്റെ അധികാരമാണ്. ഈ രൂപത്തിൽ തോന്നിവാസമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തെളിവ് പറയുന്നതോ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ, ഞങ്ങളെ മഹാനായ CM വലിയുല്ലാഹി തങ്ങളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഇവിടെ പ്രചരിപ്പിക്കുവാനും ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനത്തിൽ സജീവമാകുന്ന പണ്ഡിതന്മാർക്ക് എല്ലാ ശക്തിയും കൊടുത്തത് ഞങ്ങളുടെ ശൈഖുന ബഹുമാനപ്പെട്ട മടവൂർ ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന് എല്ലാ അർത്ഥത്തിലും ശക്തി പകർന്നത്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിന് ശക്തി പകർന്നത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ശക്തി പകർന്നത്, മർക്കസ് സഖാഫത്ത് സുന്നി അടക്കമുള്ള നമ്മുടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്ക് ശക്തി പകർന്നത് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളാണ്. അവിടെ നിന്ന് ഇത്തരത്തിലുള്ള വ്യാജന്മാരെ പൂർണ്ണമായും ഇവിടെ നിന്ന് അടിച്ചോടിച്ചവരാണ്. സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളായ, രാഷ്ട്രവിരോധികളായ വഹാബികളെ അതിശക്തമായിട്ട് എതിർത്തവരാണ്. ഇതുപോലുള്ള വ്യാജന്മാർക്കെതിരെ ശക്തമായി ശബ്ദിച്ചവരാണ്. വ്യാജന്മാർക്കെതിരെയും പുത്തൻവാദികൾക്കെതിരെയും സംവാദം നടത്തുന്നതിന് സുൽത്താനുൽ ഉലമയടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാർക്ക് എല്ലാ അർത്ഥത്തിലും ശക്തി പകർന്നത് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളാണ്. ആ CM വലിയുല്ലാഹിയുടെ പേര് പറഞ്ഞിട്ടാണ് ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാര് ഇത്തരത്തിലുള്ള എല്ലാ അശ്ലീലതകളും അവർക്ക് തോന്നുന്ന തോന്നിവാസങ്ങൾ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പേര് ഉപയോഗപ്പെടുത്തുന്നത്. വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ തരത്തിലാണ് ഈ വ്യാജസിദ്ധന്മാര് അവരുടെ കൂടെ പെട്ടുപോയ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നത്. അങ്ങനെ ഈ കുരുവട്ടൂരിയൻ പാളയത്തിലേക്ക് ചെന്നുപെട്ട സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഈ വ്യക്തി സ്വന്തം ഭാര്യ മരണപ്പെട്ടു. ആ സഹോദരി മരണപ്പെട്ടതിൻ്റെ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ വരികയുണ്ടായി, തിങ്കളാഴ്ച വന്നു. എന്താണ് ആ റിപ്പോർട്ട്? നിങ്ങൾ നോക്കൂ. എന്തായിരുന്നു അത്? മലപ്പുറത്ത് യുവതി വീട്ടിൽ പ്രസവിച്ച സംഭവം, മരണകാരണം അമിത രക്തസ്രാവം, ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. അസ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്തായിരുന്നു ആ സഹോദരി മരണപ്പെടാൻ കാരണം? ബ്ലീഡിങ്, അമിതമായ ബ്ലീഡിങ്.
പക്ഷേ എന്തുകൊണ്ട് ഈ ബ്ലീഡിങ് അമിതമായി വന്നപ്പോ സ്വന്തം ഭാര്യ, തൻ്റെ മക്കളുടെ പൊന്നുമ്മ, ആ പൊന്നുമ്മ 4 കുട്ടികളുടെ മുമ്പിൽ കിടന്ന് പെടയുമ്പോ, അവരുടെ മുമ്പിൽ നിന്ന് അമിതമായി രക്തസ്രാവം വരുമ്പോ, ബ്ലീഡിങ് വരുമ്പോ, ആ സഹോദരിയെ എടുത്തുകൊണ്ട് ഓടാൻ എനിക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള വ്യാജ സിദ്ധന്മാരിൽ വിശ്വസിക്കുന്ന ഇദ്ദേഹം ഈ പറയപ്പെട്ട കോമാട്ടിച്ചാലിൽ അബ്ദുള്ളയടക്കമുള്ള വ്യാജന്മാരുടെ അനുമതിക്കായി കാത്തിരിക്കാനുള്ള സാധ്യതയില്ലേ സഹോദരങ്ങളെ? അവിടെ അത് അന്വേഷിക്കേണ്ടതില്ലേ? ഇദ്ദേഹത്തിന്റെ കോൾ ലിസ്റ്റുകൾ പരിശോധിക്കേണ്ടതില്ലേ? ഇദ്ദേഹത്തെ ആ കിടന്ന് പിടയുന്ന ഭാര്യയെ നോക്കി അവിടെ നിൽക്കാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ലേ? സ്വന്തം ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇദ്ദേഹത്തിന്റെ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു മനുഷ്യനോട്, അയൽക്കാരോട് പറഞ്ഞിട്ടില്ലല്ലോ, സ്വന്തം കുടുംബക്കാരോടും പറഞ്ഞിട്ടില്ലല്ലോ, ഭാര്യയുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ലല്ലോ. അവരൊക്കെ മരണപ്പെട്ടതിന് ശേഷമാണ് ആ വീട്ടുകാരെ മുഴുവനും അറിയിക്കുന്നത്, ഭാര്യയുടെ വീട്ടുകാരെ. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ സഹോദരി ഗർഭിണിയായ വിവരം പോലും മറ്റൊരാളോടും പറഞ്ഞിട്ടില്ല. ഇതെന്തിന് ഇത്ര ദുരൂഹമായ ജീവിതം നയിക്കണം? അന്വേഷണ പരിധിയിൽ വരേണ്ടതില്ലേ? കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവരല്ലേ ഈ വ്യാജസിദ്ധന്മാർ? ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ മൗലവിമാരെ നടത്തിയ സാമ്പത്തിക ചൂഷണത്തിന് വിധേയമായി കോടികൾ നൽകാനുള്ള ആളുകളെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമൂഹത്തെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന വ്യാജസിദ്ധന്മാർ, ഈ വ്യാജസിദ്ധന്മാർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അവഹേളിക്കുവാനും അപകീർത്തിപ്പെടുത്തുവാനും ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരൊരിക്കലും മുസ്ലിം മുഖ്യധാര അംഗീകരിക്കുന്നില്ല, മുസ്ലിമീങ്ങൾ ഇവരെ അംഗീകരിക്കുന്നില്ല. ഇവര് തീർത്തും അപകടകരമായ ഒരു ജീവിതം നയിക്കുന്ന, ഏറ്റവും ദുരൂഹമായ ജീവിതം നയിക്കുന്ന, ഏറ്റവും അപകടകരമായ ഒരു രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അവരെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട്. നമ്മുടെ നിയമ സംവിധാനം അവരുടെ ശ്രദ്ധ ഇവരിലേക്ക് പതിയേണ്ടതുണ്ട്. ഈ സിറാജ് എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് ഇവിടെ മലപ്പുറം ജില്ലയിലെ പടപ്പറമ്പിൽ വന്ന് ദുരൂഹമായ ജീവിതം നയിക്കാനുള്ള കാരണം എന്താണ്? അതിനെന്താണ് അദ്ദേഹത്തിൻ്റെ പ്രചോദനം? അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. അദ്ദേഹം ഇവിടെ വന്ന് ജീവിക്കുമ്പോൾ അയൽക്കാരോട് പോലും മിണ്ടാതെ, അവരോട് പോലും ബന്ധം സ്ഥാപിക്കാതെ എന്തിന് ദുരൂഹ ജീവിതം നയിക്കണം? സ്വന്തം ഭാര്യയെ എന്തുകൊണ്ട് ഈ രൂപത്തിൽ മരണത്തിന് വിട്ടുകൊടുക്കുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു? ഇദ്ദേഹത്തിന് അതിൻ്റെ തടസ്സമെന്തായിരുന്നു? അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട്, അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട്. കുരുവട്ടൂരിസത്തിന് അതിൽ പങ്കെന്താണ് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം വരേണ്ടതുണ്ട്. ഇവരുടെ നയങ്ങളും നിലപാടുകളും ഇവർ തന്നെ വ്യക്തമാക്കിയതനുസരിച്ച് അതിൽ അവരുടെ പങ്കിന് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച്, ഇവരുടെ വേഷവിധാനങ്ങൾ കണ്ട് മുസ്ലിം പണ്ഡിതന്മാരാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. വാർത്താ ചാനലുകളും മറ്റും വാർത്തകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ പ്രഭാഷകരെന്നും മുസ്ലിം പണ്ഡിതനെന്നുമൊക്കെ പലരും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതായി കിട്ടും. ഒരിക്കലുമല്ല. ഇസ്ലാമിക പണ്ഡിതന്മാരോ മുസ്ലിം പണ്ഡിതന്മാരോ ഇത്തരത്തിലുള്ള വേണ്ടാത്ത കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരല്ല. സ്വന്തം ഭാര്യ ജീവിതത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ, മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല സഹോദരങ്ങളെ. ഈ തരത്തിൽ ഈ മനുഷ്യനെ അധപ്പതിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഈ വ്യാജസിദ്ധന്മാരിലുള്ള വിശ്വാസമാണ് എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുക.